ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 29. രാത്രി ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് ഗൗരിയെ പറ്റി ആലോചിക്കുകയായിരുന്നു വ്യാസ്. അവൾക്ക് വന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ അവന് സാധിച്ചില്ല. അവന്റെ ഉള്ളിൽ പല സംശയങ്ങൾ ഉദിച്ചു. എന്നാൽ ഒന്നും ഉറപ്പിക്കാൻ തക്ക തെളിവുകൾ കയ്യിലില്ല. ഗൗരിയുടെ പ്രാണനാണ് കണ്ണൻ. അവന്റെ ദേഹം പോലും വേദനിപ്പിക്കാൻ അവൾ തയ്യാറാവുക എന്ന് പറയുമ്പോൾ പിന്നെ അച്ഛനോട് അവൾ സംസാരിച്ച രീതി ആലോചിക്കും തോറും എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉള്ള പോലെ. പെട്ടെന്നാണ് പിന്നിലൂടെ വ്യാസിനെ ആരോ കെട്ടിപ്പിടിച്ചത്. വ്യാസ് ഒരു ഞെട്ടലോടെ ആ കൈകൾ അടർത്തി മാറ്റി തിരിഞ്ഞു നോക്കി. ഗൗരി! മുന്നിൽ നിൽക്കുന്ന ഗൗരിയുടെ കോലം കണ്ട് ദേഷ്യത്തോടെ വ്യാസ് വിളിച്ചു. മുട്ടിന് മേലെ മാത്രം ഇറക്കമുള്ള ദേഹത്തോട് ഇഴുകി ശരീരഭാഗങ്ങളെല്ലാം എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഒരു നൈറ്റ് ഡ്രസ്സും മുഖം മുഴുവൻ മേക്കപ്പും ഇട്ട് കുടിച്ച് പകുതി ബോധത്തിൽ നിൽക്കുന്ന ഗൗരിയെ കണ്ടതും വ്യാസിന് വല്ലാത്ത ദേഷ്യം വന്നു. ഹ, ഒച്ചയെടുക്കാതെ വ്യാസ്, ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം എന്തുണ്ടായി? വശ്യതയോടെ ചോദിച്ചുകൊണ്ട് അവൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്നു നിന്നു. എന്നാൽ അതിഷ്ടപ്പെടാതെ വ്യാസ് അവളിൽ നിന്നും അകന്നു നിന്നു. അറിയില്ല നിനക്ക് എന്ത് കോല ഗൗരി ഇത്? നീ കുടിച്ചിട്ടുണ്ടോ? എന്ന് തൊട്ടാ നിനക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ തുടങ്ങിയേ? ദേഷ്യത്തോടെ സംസാരിക്കുന്ന വ്യാസിനടുത്തേക്ക് അവൾ കൂടുതൽ അടുത്തു വന്നു. റിലാക്സ് വ്യാസ്, കുറച്ച് കുടിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? ആണെങ്കിൽ തന്നെ ഞാൻ അതങ്ങ് സഹിച്ചുന്നേ. എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഇത് എന്റെ ലൈഫാണ്. നീയും ട്രൈ ചെയ്യണം. നിനക്കറിയോ എന്ത് സുഖാണെന്ന്? ഇത് മാത്രല്ല ട്ടോ, സുഖമുള്ള വേറെ പലതുമുണ്ട്. അത്രയും പറഞ്ഞ് അവൾ അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവന്റെ മുഖം അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവളുടെ പ്രവൃത്തി വ്യാസിനെ കൂടുതൽ അസ്വസ്ഥനാക്കി. തന്റെ പ്രണയമാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അവളുടെ സാമീപ്യം തന്നെ അസ്വസ്ഥനാക്കുന്നു. അവളുടെ പെരുമാറ്റം അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. അവൻ ബലമായി അവളെ കൈയെടുത്തു മാറ്റുവാൻ ശ്രമിച്ചു. എന്തിനാ വ്യാസ് നീ ഒഴിഞ്ഞു മാറുന്നേ? 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ കല്യാണമല്ലേ? നമ്മൾ സ്വപ്നം കണ്ട പോലെ നമ്മുടെ പ്രണയം സഫലമാകുവാൻ പോവല്ലേ? അതിനു മുന്നേ കുറച്ച് ടൈം ഒരുമിച്ച് ചിലവഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് നീ ഗീതുവിന് നൽകിയിരുന്ന അതേ സുഖം എനിക്ക് വേണം ഇപ്പോൾ, പ്ലീസ്. വശ്യതയോടെ അത്രയും പറഞ്ഞ് വ്യാസിനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചതും കവളിൽ അടി കിട്ടി പിന്നിലേക്ക് അവൾ മലർന്നടിച്ചു വീണതും ഒരുമിച്ചായിരുന്നു. ഒരു നിമിഷം തന്റെ പ്രവൃത്തിയിൽ വ്യാസിന് താൻ ഗൗരിയല്ല മറിച്ച് ഗീതുവാണ് എന്ന് മനസ്സിലായി കാണുമോ എന്നവൾ ഭയന്നു. മുഖം ഉയർത്തി നോക്കിയതും കണ്ടു തന്നെ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന വ്യാസിനെ. വ്യാസ്, ഞാൻ... ഗീതു എന്തോ പറയുവാൻ തുടങ്ങിയതും അവളെ ശ്രദ്ധിക്കാതെ അവൻ ആ റൂമിൽ നിന്നും കാറ്റുവേഗത്തിൽ പുറത്തേക്ക് പോയി. ഏയ്, സംശയം തോന്നി കാണില്ല. ഇല്ലെങ്കിൽ തന്നെ കൊല്ലാക്കൊല്ല ചെയ്തിട്ടാണെങ്കിലും വ്യാസ് സത്യം പറയിപ്പിച്ചേനെ. ഗീതുവിന് ഒരേ സമയം വ്യാസ് സത്യം തിരിച്ചറിയാത്തതിൽ സന്തോഷവും. എന്നാൽ ആ റൂമിൽ അപ്പോൾ നടന്ന കാര്യങ്ങൾ എല്ലാം ഗൗരി കണ്ടു കാണും എന്ന് ആലോചിക്കും തോറും വല്ലാത്തൊരു ദേഷ്യവും തോന്നി. അവളുടെ ചങ്ക് തകരുന്നത് കാണുവാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിർന്നത്. പക്ഷേ വ്യാസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഒട്ടുമേ പ്രതീക്ഷിച്ചില്ല. ഗൗരി എല്ലാം കണ്ടു കാണും എന്നോർത്തതും ഗീതുവിന് വല്ലാത്ത ദേഷ്യം വന്നു. അതേസമയം എല്ലാം കണ്ട് ഗൗരിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കണ്ടോ ഗീതു, നിന്റെ തോൽവി ആരംഭിച്ചിരിക്കുന്നു. എനിക്ക് ഉറപ്പായിരുന്നു നിന്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. കാരണം വ്യാസിന് എന്നോടുള്ളത് യഥാർത്ഥ പ്രണയമാണ്. അവന്റെ കൈയാൽ ഒരു താലി ചാർത്താതെ അവൻ ഒരിക്കലും എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കില്ല. നിന്റെ ഇന്നത്തെ പ്രവൃത്തി കൊണ്ട് തന്നെ അവൻ ഇന്ന് നിന്നെ സംശയം തുടങ്ങിക്കാണും. കാരണം അവൻ പ്രണയിച്ച ഗൗരി ഒരിക്കലും ഇത്തരം തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല എന്ന് അവൻ അറിയാം. ഇനി അവൻ എന്റെ അടുക്കലെത്താൻ അധികം താമസിക്കില്ല ഗീതു, നിന്റെ പൂർണ്ണ പതനത്തിനും. എന്താടാ നിന്റെ മുഖത്തെന്താ വല്ലാത്ത ടെൻഷനുണ്ടല്ലോ? എന്തു പറ്റി? നീ എന്തിനാ വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കടലിലേക്ക് നോക്കിയിരിക്കുന്ന വ്യാസിനടുത്ത് ഇരുന്നുകൊണ്ട് രോഹിത് ചോദിച്ചതും
വ്യാസ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് രോഹിത്തിനും വേദിനും കാര്യമറിയാതെ വിഷമിച്ചു. എന്റെ ഗൗരി, അവൾ മിസ്സിംഗ് ആണടാ. എന്ത്? വേദും രോഹിത്തും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. നിനക്ക് എന്താ വ്യാസ്? ഇപ്പോ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ടതല്ലേ ഗൗരിയെ, പിന്നെ എങ്ങനാ അവൾ മിസ്സിംഗ് ആവുന്നത്? സംശയത്തോടെ വേദു ചോദിച്ചതും വ്യാസ് തന്റെ നിറഞ്ഞു നിന്ന കണ്ണുകൾ ഇറക്കി തുടച്ചു നീക്കി. ഇവന് പ്രാന്ത്. കുറച്ചു ദിവസമായി ഗൗരിക്ക് എഴുന്നത്. ഇതുവരെ കാണാത്ത പെരുമാറ്റവും ദേഷ്യവും ഒക്കെ. ഇപ്പതാ ആ ഭ്രാന്ത് ഇവന് കിട്ടിയെന്നാ തോന്നുന്നേ. ദേഷ്യത്തോടെ രോഹിത്ത് പറഞ്ഞതും വ്യാസ് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവനടുത്ത് ചെന്നു നിന്നു. നിനക്ക് തോന്നിയില്ലേ ഗൗരിക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന്? ഇതുവരെ നിങ്ങൾ കണ്ടതും അറിഞ്ഞതുമായ ഗൗരിയാണോ ഇപ്പോൾ നീ കാണുന്നത്? ആണോടാ? ഏട്ടാ പറയ്, ഏട്ടന് തോന്നുന്നുണ്ടോ അത് നമ്മുടെ ഗൗരിയാണെന്ന്? വ്യാസിന്റെ ചോദ്യം കേൾക്കെ അത്രയും നേരം ദേഷ്യം പിടിച്ചു നിന്നിരുന്ന രോഹിത്തും വേദും ഒരു നിമിഷം തടഞ്ഞു നിന്നു. ഡാ നീ, സത്യാണ്, അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഞങ്ങൾക്കറിയുന്ന ഗൗരിക്ക് ആരെയും വിഷമിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ കുറച്ച് ദിവസമായി അവളുടെ പെരുമാറ്റം എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട്. വേദ് ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞതും എന്തോ ഓർത്തെടുത്ത പോലെ രോഹിത് വ്യാസിനെ നോക്കി. അപ്പോ ഗൗരി, നീ പറഞ്ഞ പോലെ ഗൗരി മിസ്സിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റിലുള്ളതാരാ? അതേ സംശയമായിരുന്നു വേദിലും. ഗീതു. ഒട്ടും ആലോചിക്കാതെ വ്യാസ് പറഞ്ഞതും കേട്ടത് വിശ്വസിക്കാനാവാതെ അവർ പകച്ചു നിന്നു. അപ്പോ അന്ന് ആക്സിഡന്റിൽ മരിച്ചതോ? നീ എന്തൊക്കെയാ വ്യാസ് പറയുന്നേ? മരിച്ചുപോയവൾ എങ്ങനെ തിരിച്ചു വരുന്നേ? അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവൾ ഇത്രയും കാലം നിന്റെയും കണ്ണന്റെയും അടുത്തേക്ക് വന്നില്ല? അല്ല, ഇത് ഗീതു ആണെങ്കിൽ ഗൗരി എവിടെ പോയി? ഗീതു വരുന്നതിന് ഗൗരി എന്തിനു പോകണം? അവൾ എവിടെയാണെന്ന് ഗീതുവിന് അറിയോ? അവൾ എന്തിനാ ഗൗരിയായി അഭിനയിക്കുന്നേ? അവൾ ഗീതു ആണെന്ന് തുറന്നു പറഞ്ഞുകൂടെ? വേദും രോഹിത്തും ചോദിച്ച സംശയങ്ങൾ എല്ലാം വ്യാസ് അവനോട് തന്നെ ചോദിച്ചുകൊണ്ടേ ഇരുന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇന്നത്തെ അവളുടെ പ്രവൃത്തിയിൽ ഞാൻ ഉറപ്പിച്ചതാണ് ആ ഫ്ലാറ്റിലുള്ളത് ഗൗരി അല്ല എന്നുള്ളത്. അവളുടെ സംസാരത്തിൽ നിന്നും തന്നെ അവൾ ഗീതു ആണെന്ന് എനിക്ക് മനസ്സിലായത്. ശേഷം കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ അവൻ അവരോട് പറഞ്ഞു. വ്യാസ്, നീ പറഞ്ഞത് ശരിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഗൗരിയെ കണ്ടെത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അതവളുടെ ജീവിതത്തിന് തന്നെ ആപത്താവും. അത് മാത്രമല്ല, ഗീതുവിന് ഇതിലുള്ള പങ്ക് എന്താണെന്നും കണ്ടുപിടിക്കണം. അവൾ എന്തിനാ ഇപ്പൊ ഗൗരിയായി അഭിനയിക്കുന്നതെന്നും അവൾ എങ്ങനെയെന്ന് രക്ഷപ്പെട്ടു എന്നും അറിയണം. ഓരോ നിമിഷം വൈകുന്തോറും ഉണ്ടാവാൻ പോകുന്നത് വലിയ അപകടമാണ്. അറിയാമേട്ടാ, ഗൗരിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. രോഹിത്, നീ ഇപ്പൊ തന്നെ പോയി അന്നത്തെ ആ ആക്സിഡന്റ് ഡീറ്റെയിൽസ് എടുക്കണം. അന്ന് ആ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ ബോഡി ആരുടെയാണെന്ന് വല്ല വിവരവും ഉണ്ടോ എന്ന് അറിയണം. ഏട്ടൻ വിനായകനും രാജേന്ദ്രനും എവിടെയാണെന്ന് അന്വേഷിച്ചറിയണം. അവരും ഇതിനു പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഗീതുവിന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കാം. എനിക്ക് അവൾ ആരാണെന്ന് സംശയമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് ഗൗരിക്ക് ആപത്താണ്. നമ്മളല്ലാതെ വീട്ടിലാരും ഇതൊന്നും അറിയാനും പാടില്ല. അതെ, നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഗീതുവിന് ഒരു ഡൗട്ടും ഉണ്ടാവരുത്. ഇനി കല്യാണത്തിന് അധിക സമയമില്ല. അതിനു മുന്നേ എങ്ങനെയെങ്കിലും ഗൗരിയെ കണ്ടെത്തണം. വേദ് പറഞ്ഞതിനോട് വ്യാസും രോഹിത്തും അനുകൂലിച്ചു. ഗൗരിക്ക് വല്ലാത്ത ദാഹം തോന്നി. അവൾക്ക് ചുറ്റും ഇരുട്ടു മാത്രമാണ് ഉണ്ടായിരുന്നത്. ദേഹത്തെ ക്ഷീണത്തിനൊപ്പം കണ്ണനെയും വ്യാസിനെയും പറ്റിയുള്ള ചിന്തകൾ അവളുടെ മനസ്സിനെയും തളർത്തി. പെട്ടെന്നാണ് ആരോ ആ റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം അവൾ കേട്ടത്. പെട്ടെന്ന് റൂമിലേക്ക് വെളിച്ചം കടന്നതും കണ്ണുകളിൽ തട്ടി അവൾ കണ്ണു വെട്ടിച്ചു. ഹ, എന്റെ മുഖം കാണുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ മുഖം വെട്ടിച്ചാൽ എങ്ങനെ ശരിയാകും? ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതും കൂടെ കിടക്കാൻ പോകുന്നതും ഈ എന്നോടൊപ്പം അല്ലേ? ശബ്ദം കേട്ട് മുഖം തിരിച്ചു നോക്കിയ ഗൗരി മുന്നിൽ നിൽക്കുന്ന വിനായകനെ കണ്ടതും
പുച്ഛത്തോടെ ചിരിച്ചു. അത് കണ്ടതും കലി കയറി അവൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. എന്താടി നിനക്ക് എന്നെ കാണുമ്പോൾ ഒരു പുച്ഛം? നീ ആരെ കണ്ടിട്ടായി നെകളിക്കുന്നേ? നിന്റെ മറ്റവനെയോ? എന്നാ കേട്ടോ, അവൻ ഇനി ഒരിക്കലും നിന്നെ തേടി വരില്ല. ഇപ്പോൾ തന്നെ അവനും അവന്റെ വീട്ടുകാരും നിന്നെ വെറുത്തു തുടങ്ങിക്കാണും. കല്യാണ തലേന്ന് രാത്രി ആ വെറുപ്പ് മുഴുവനാവും. വിനായകൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവാതെ അവൾ നോക്കുന്നത് കണ്ടതും അവൻ തുടർന്നു. ഓ, ഞാൻ മറന്നു. നിനക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല അല്ലേ? എന്നാൽ കേട്ടോ, കല്യാണ തലേന്ന് രാത്രി ചെക്കന്റെ ചേട്ടനെ റൂമിലേക്ക് വിളിച്ചു കയറ്റി കാമലീല നടത്തുന്ന പെണ്ണിനോട് ചെക്കന് വെറുപ്പും മറപ്പുമല്ലാതെ വേറെന്ത് വികാരമാണ് ഉണ്ടാവുക? വിനായകൻ പറഞ്ഞു കേട്ടതും ഗൗരി തരിച്ചിരുന്നു പോയി. അവൾക്ക് വേദിനെ ഓർമ്മ വന്നു. കണ്ട അന്ന് തൊട്ട് സ്വന്തം അനിയത്തിയെ പോലെ ഏട്ടൻ കണ്ടിട്ടുള്ളൂ. എന്റെ അതേ മുഖസ്രാദൃശ്യമുള്ള ഗീത പറയുന്ന എന്ത് കാര്യവും ഏട്ടൻ വിശ്വസിച്ച് ചെയ്യും. അവളുടെ ചതി അറിയാതെ ആ കിണിയിൽ ചെന്നുപെട്ടാൽ ഒരു കുടുംബം തകരും. അവൾക്ക് ഓർക്കും തോറും സങ്കടം വന്നു. ആ, ഇത് എന്റെ പ്ലാൻ അല്ലട്ടോ, നിന്റെ സ്വന്തം ചേച്ചിയുടെ പ്ലാൻ തന്നെയാ. അത് നടന്നാൽ പിന്നെ ഒരിക്കലും അവൻ നിന്നെ പ്രണയിക്കില്ല. പ്രണയിക്കുന്നത് പോയിട്ട് നിന്നെ ഒന്ന് കാണുന്നത് പോലും അവനും മറ്റുള്ളവർക്കും വെറുപ്പാവും. ഞാൻ അവളോട് ചോദിച്ചതാ, നിന്റെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഒപ്പം നീയായി ജീവിതകാലം മുഴുവൻ ജീവിച്ചുകൂടെ എന്ന്. പക്ഷേ അവൾക്ക് താല്പര്യമില്ല. അവൾക്ക് അവനെ മടുത്തു എന്ന്. അതും പോരാ, നീയായി ജീവിക്കാൻ താല്പര്യമില്ല എന്ന്. അപ്പോ ഏറ്റവും നല്ല മാർഗം നീ മരിച്ചെന്ന് പോലും അറിയാതെ ഈ ജന്മം മുഴുവൻ നിന്നെ അവർ വെറുക്കുന്നതല്ലേ? അത് കണ്ട് നിന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടരുത്. നോ, ഇല്ല. നിനക്കൊക്കെ എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് എന്താ വേണ്ടത്? അത് ചോദിക്കുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു. മറുപടി ഞാൻ പറയാം. ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സ്വത്താണ്. നിന്റെ ചേച്ചിക്ക് വേണ്ടത് നിന്റെ നാശവും. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഗൗരി കണ്ടു തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന രാജേന്ദ്രനെ. നിങ്ങളൊക്കെ എന്റെ ബന്ധുക്കളാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പ് തോന്നുന്നു. സ്വത്തിന് വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത നിങ്ങളൊക്കെ മനുഷ്യൻ തന്നെയാണോ? അവളുടെ ചോദ്യത്തിന് രാജേന്ദ്രനും വിനായകനും അട്ടഹസിച്ചു. അതേടി, ഞങ്ങൾ മനുഷ്യനല്ല, മൃഗം തന്നെയാ. പിന്നെ നിന്നെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാം എഴുതി വാങ്ങി ഞങ്ങൾക്ക് കൊല്ലാം. പക്ഷേ അതിനൊരു സുഖമില്ല. നീയാണെന്ന് കരുതി നിന്റെ ചേച്ചിയെ നിന്റെ മറ്റവൻ താലി കെട്ടി അവളും അവനും ഒരു കട്ടിലിൽ ഒന്നിച്ച് ജീവിക്കുന്നത് കണ്ട് നീ തകർന്നിരിക്കണം. നീ വിഷമിക്കേണ്ട കേട്ടോ. അവൻ അവൾക്ക് നൽകുന്ന അതേ സുഖം അതേ സമയം നിനക്ക് നൽകാൻ ഞങ്ങൾ രണ്ടുപേരും കാണും. ഞങ്ങൾ ഇത്രയ്ക്കും കഷ്ടപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ തരുന്ന സമ്മാനമാവും അത്. ഛേ! രാജേന്ദ്രൻ പറയുന്നത് കേട്ടതും ഗൗരി അറപ്പോടെ മുഖം തിരിച്ചു. നീ ഇപ്പൊ മുഖം തിരിച്ചോ? നിന്റെ മരണം അടുത്തു കഴിഞ്ഞു. അച്ഛാ, അങ്ങനെ പറയല്ലേ. ഇവളുടെ മാത്രമല്ല മറ്റവളുടെയും. നിന്നോടുള്ള പക കാരണം അവൾ ഞങ്ങളോട് കൂട്ടുകൂടിയപ്പോൾ അവൾ മനസ്സിലാക്കിയില്ല ഞങ്ങൾക്ക് സ്വത്ത് കിട്ടാൻ അവളും തടസ്സമാണെന്ന്. അത് നീക്കുവാൻ ഞങ്ങൾ ഒരു തവണ ശ്രമിച്ചതുമാ. പക്ഷേ അന്ന് നീയും അവളും രക്ഷപ്പെട്ടു. നിന്നെ തോൽപ്പിച്ച സന്തോഷത്തിൽ ജീവിക്കുന്ന അവൾക്കും അൽപായുസാണെന്ന് അറിയാതെ അവൾ സന്തോഷിക്കട്ടെ. വൈകാതെ നിനക്ക് കൂട്ടിന് അവളെയും ഞങ്ങൾ അയക്കാട്ടോ. വിനായകന്റെ നാവിൽ നിന്നും ഗീതുവിന്റെ മരണം എന്ന് കേട്ടിട്ടും ഗൗരിക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നിയില്ല. കാരണം വളരെ മുന്നേ തന്നെ തന്റെ കൂടെ പിറപ്പ് അവളുടെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞിരുന്നു. വിനായകനും രാജേന്ദ്രനും തിരിച്ചുപോയതും ഗൗരി പൊട്ടിക്കരഞ്ഞു. ഇത്രയും നേരം വ്യാസ് തന്നെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് കണ്ടുപിടിക്കും എന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. എന്നാൽ അവരുടെ വാക്കുകൾ അവളെ ആകെ തളർത്തി കളഞ്ഞു.